എന്താ ഒരു 10 മിനിറ്റ് നിക്കാടാ. വീട്ടിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞപ്പോ സമയാന്ന് പറഞ്ഞ് ഓടി വന്നല്ലേ. മുത്തശ്ശി എനിക്ക് ടിഫിൻ തന്നു വിട്ടിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം. അച്ഛാ അതൊന്നും വേണ്ട അച്ഛാ, എക്സാമിന് ടൈം ആയച്ചാ. ഇപ്പൊ പിള്ളേരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ, ഇനിയും സമയമുണ്ടാ. ഒരു 5 മിനിറ്റ് പോരെ അതിന്. ഹായ് നില. അങ്കിൾ ഇതാ എന്റെ മുത്തശ്ശി, ഇതെന്റെ മാമൻ, പേര് ശിവ. ഹായ് സർ. നമസ്കാരം മോനെ. മോനെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. നില നല്ല സ്മാർട്ടാണ് കേട്ടോ. അവള് സംസാരിക്കുന്ന ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നും. പ്രായത്തിൽ ചെറുതാണെങ്കിലും അവൾക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട്. അതിനൊക്കെ കാരണം എന്റെ മോള് തന്നെയാ. എന്റെ പേരക്കുട്ടി മോളുടെ തനി പകർപ്പാ. നന്നായി വളർത്തുന്നുണ്ട് അവര്. എനിക്കിപ്പോ സമയായി, അച്ഛൻ വീട്ടിൽ പോയിക്കോ, ഞാൻ ക്ലാസ്സിൽ പോവാ. കവിൻ, വാശി പിടിക്കാതെ കഴിച്ചിട്ട് പോ. അയ്യോ എന്താ മോനെ, അവനിതുവരെ കഴിച്ചില്ലേ? വീട്ടിൽ നിന്ന് എന്നെ കൊടുത്തിട്ട് വരണ്ടായിരുന്നോ? അവൻ കഴിച്ചിട്ടില്ല, എക്സാം ഉണ്ടെന്നും പറഞ്ഞ് തിടുക്കത്തിൽ ഓടി അവിടെ നിങ്ങോട്ട് പോന്നതാ. ഇവിടെ വന്നിട്ടെങ്കിലും കഴിപ്പിക്കാന്ന് വിചാരിച്ച ഞാൻ ടിഫിൻ എടുത്തോണ്ട് പോന്നതാ. ഇപ്പൊ അവൻ വേണ്ടെന്നാ പറയുന്നത്. അത് ശരിയാ, നിലമോള് എന്തോ എക്സാം ആണെന്നും പറഞ്ഞ് ഓട്ടോയിലിരുന്ന് പഠിക്കുമായിരുന്നു. ഇതൊക്കെ പഠിച്ചാലും ഞാനായിരിക്കും എക്സാമിന് ഫസ്റ്റ്. എനിക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാം. സ്കൂളിൽ തന്നെ നിനക്ക് നേരത്തെ വരാൻ പറ്റുന്നില്ല, എന്നിട്ട് എക്സാമില് നീ ഫസ്റ്റ് വാങ്ങിക്കുന്ന. എന്തൊക്കെ ആയാലും ശരി, ഈ എക്സാമില് ഫസ്റ്റ് വാങ്ങിച്ച് ജയിക്കാൻ പോകുന്നത് ഞാനാ. കവിനെ, അങ്ങനൊന്നും പറയാൻ പാടില്ല. എക്സാം നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ 2 പേർക്കും ഫസ്റ്റ് ആയിട്ട് വരാം. അതൊന്നും പറ്റില്ല, ഞാൻ തന്നെ ഫസ്റ്റ് വരും. അച്ഛൻ വേണമെങ്കിൽ കണ്ടോ. കവിൻ, വേണ്ട മോനെ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവര് തമാശക്ക് പറയുന്നതാ. കവിൻ മോനെ, നീയും എന്റെ പേരക്കുട്ടി പോലെ തന്നെയാ. നിലമോള് മാത്രമല്ല, നീയും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം, കേട്ടല്ലോ? ആഹാ. അയ്യോ മുത്തശ്ശി മറന്നുപോയി. എന്താ മോളെ? എനിക്ക് പെൻസില് വേണം, ഞാൻ അത് മറന്നുപോയി. ശിവമാമ, എനിക്കൊരു പെൻസിൽ വാങ്ങിച്ചു തരോ? മോൾക്ക് എന്താ പെൻസിലാണോ വേണ്ടേ? നിക്ക്, ഞാൻ അടുത്ത കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. വേഗം വരണേടാ. ശരി അമ്മ. എന്നാ വാ, സമയം പോകുന്നു, വേഗം വന്ന് കഴിക്കും. കവിൻ, അങ്ങനെ ഭക്ഷണം കഴിക്കാതെയൊന്നും എക്സാമിന് പോവാൻ പാടില്ല. കഴിക്കാതെ പോയ എന്താ പറ്റുന്നുള്ളത് അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ മോന്? എന്താവുന്ന? ഭക്ഷണം കഴിക്കാതെ പോയാ പഠിച്ചതൊക്കെ മറന്നുപോവും. കഴിച്ചിട്ട് എക്സാം എഴുതിയാല് പഠിച്ചതൊക്കെ ഓർമ്മ വരും, നന്നായിട്ട് എഴുതാനും പറ്റും. എന്നാലേ മോൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വാങ്ങാൻ പറ്റും. നിലമോളെ നോക്ക്, രാവിലെ കുളിച്ച് ഭക്ഷണം കഴിച്ചാ വന്നേ. അതുകൊണ്ട് അവൾക്ക് പഠിച്ചതൊക്കെ ഓർമ്മ വരും. പക്ഷെ ഇവര് പറഞ്ഞ പോലെ നടക്കുവോ? നിങ്ങൾ നുണ പറയാ. ഞാൻ പറയുന്നത് വിശ്വാസായില്ലെങ്കിൽ മോൻ തന്നെ അച്ഛനോട് ചോദിച്ചു നോക്ക്. അച്ഛാ സത്യമാണോ? അതേടാ, മുത്തശ്ശി പറഞ്ഞെല്ലാം കറക്റ്റാ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ട് പോവാ. അച്ഛൻ എനിക്ക് വരുത്താം. വെരി ഗുഡ്. നില, ഇതാ പെൻസിൽ. സൂക്ഷിച്ചു വെക്കണോട്ടോ. ശരി മോനെ, അന്നാ കൊച്ചിന് ഭക്ഷണം കൊടുക്ക്, ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ. നില, വാ മോളെ. നിലമോളെ, നിനക്കും കുറച്ച് കഴിച്ചുകൂടെ? എനിക്ക് വേണ്ട അങ്കിൾ, ഞാൻ കഴിച്ചതാ. നിലമോള് കഴിച്ചിട്ടാ വന്നേ. മോൻ കവിന് വാരി കൊടുത്തോ. കഴിച്ചാലും ഇപ്പൊ എന്താ, ഒരു കമ്പനി കൊടുക്കാലോ. നിലമോളെ, നിന്റെ മുത്തശ്ശിയെ പോലെ തന്നെ ഇവന്റെ മുത്തശ്ശി നന്നായിട്ടുണ്ടാക്കും. ഇന്നലെ കവിൻ മോളുടെ ഭക്ഷണം മുഴുവൻ എടുത്ത് കഴിച്ചില്ലേ? ഇന്ന് മോള് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറ.